തന്നെയാണ് ഇത്. ഡോക്ടർ ജി ഗോപകുമാർ, പുൽവാമയ്ക്ക് ബദലായിട്ട് തിരിച്ചടി നൽകിക്കൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതുപോലെ വേണം എന്നുള്ള ആവശ്യം രാജ്യത്ത് ഉയരുന്നുണ്ട്. പാകിസ്ഥാൻ പെർ ഹംല കരോ എന്നുള്ള മുദ്രാവാക്യങ്ങൾ അത്യുച്ചത്തിൽ മുഴങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ഈ നീക്കം, ഈ നയതന്ത്ര ബന്ധങ്ങൾ പരിമിതിപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കം, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ രാജ്യത്ത് പാകിസ്ഥാൻ രാജ്യം നൽകേണ്ട ഏറ്റവും വലിയ തിരിച്ചടി ഇത് തന്നെയാണെന്നാണോ? ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള തിരിച്ചടിയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നയതന്ത്രം, താങ്കൾ പറഞ്ഞത് തന്നെ നയതന്ത്രമായ അതിൽ കൂടി നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനകത്ത് തീർച്ചയായിട്ടും സിന്ധു നദീജല കരാർ, അത് പാകിസ്ഥാനെ തീർച്ചയായിട്ടും അവിടുത്തെ കർഷകരെയും ബുദ്ധിമുട്ടിക്കും. അവരുടെ ഇല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥ നിൽക്കുന്ന രാജ്യത്തിന് കൂടുതൽ ദാരിദ്ര്യ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് പാകിസ്ഥാന് നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ വലിയൊരു സാമ്പത്തിക തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന നയതന്ത്ര രംഗത്ത്. ഇപ്പം ബാക്കി കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. പക്ഷേ ഇതിന് ഒരു തിരിച്ച് പാകിസ്ഥാൻ ഒന്നും ചെയ്യാനില്ല. അത് സിംല കരാറല്ല ഇതിനുള്ള മറുപടി. അത് തീർച്ചയായിട്ടും പണിക്കർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകും. ഷിംല കരാർ അന്ന് വന്നപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധിയും ബൂട്ടയും തമ്മിൽ എടുത്തൊരു തീരുമാനം, ബൂട്ടയുടെ പ്രത്യേക അഭ്യർത്ഥന പരിഗണിച്ച് ഇന്ദിരാഗാന്ധി കൊടുത്തൊരു സൗജന്യമാണ് സിംല കരാർ. അന്ന് അവിടെ വെച്ച് കാശ്മീർ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞാൽ ബൂട്ട വുഡ് ഹാവ് സൈൻഡ് ഓൺ ഡോട്ടഡ് ലൈൻസ്, വെറും ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെ അന്ന് അപേക്ഷിച്ചെന്നാണ് പറയുന്നത്. താങ്കളെപ്പോലെ ഞാനും ഒരു രാഷ്ട്രീയ നേതാവല്ലേ, തോറ്റു നിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു മാന്യത എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ ബലത്തിലാണ് ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്തത്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇന്നവർ ഷിംല കരാർ ക്യാൻസൽ ചെയ്താൽ നമുക്ക് പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ല, അവർ നമ്മളെ കാശ്മീരിനെ ആക്രമിക്കാൻ ശക്തി ഉണ്ടെങ്കിൽ അത് ചെയ്യട്ടെ, എന്താണെന്ന് കാണാം. അല്ലല്ല, ഇന്ത്യ ഇത്രമാത്രം നയതന്ത്ര ബന്ധങ്ങൾ പരിമിതിപ്പെടുത്തുമ്പോൾ പാകിസ്ഥാന് തിരിച്ചടിക്കുവാൻ നയതന്ത്ര രംഗത്ത് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഇപ്പോൾ അട്ടാരി അതിർത്തിക്ക് പകരം വാഗ അതിർത്തി അടച്ചതുകൊണ്ടോ ഷിംല കരാർ റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടോ പാകിസ്ഥാൻ എന്തെങ്കിലും ഗുണം കിട്ടുമോ ഈ ഇന്ത്യ പാക് ബന്ധത്തിൽ? ഇല്ല, അവർക്ക് കൂടുതൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ, അട്ടാരി ബോർഡറും വാഗ ബോർഡറിലും എല്ലാം അതുപോലെ തന്നെ വ്യാപാര ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ കണ്ടു കാണും, ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലോ നമ്മളൊക്കെ പലരും. അപ്പോൾ അവിടെ നടക്കുന്ന ആ വ്യാപാര ബന്ധം, അതിൽ നഷ്ടം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ബിസിനസ്സിനാണ് ആ നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കച്ചവടത്തിൽ നമ്മൾ പാകിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് കാര്യത്തിലാണ് ഉള്ളത്? പഞ്ചസാരയുടെ കാര്യത്തിലോ ജൂട്ടിൻ്റെ കാര്യത്തിലോ അങ്ങനെ ചില കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ പാകിസ്ഥാൻ അതിൽ കൂടുതൽ ഇറക്കുമതി വഴി കിട്ടുന്ന ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പാകിസ്ഥാൻ്റെ സാമ്പത്തിക പ്രശ്നം കൂടുതൽ വഷളാക്കാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നയതന്ത്ര രംഗത്ത് തന്നെ പാകിസ്ഥാന് നല്ലൊരു തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. സാമ്പത്തിക രംഗത്ത് പാകിസ്ഥാനെ നമുക്ക് സ്ക്യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ പുറമെ തന്ത്രപരമായി നമുക്ക് എടുക്കാവുന്ന നടപടി, ആ നടപടി എന്ന് പറയുന്നത്, ഇന്ന് ലോകം ഒരു മൾട്ടിലാറ്ററൽ ലോകത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. നമ്മളോടൊപ്പം യോജിച്ച് നിൽക്കുന്ന പല രാജ്യങ്ങളുമുണ്ട് യുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളൊക്കെ ഒഴിവാക്കണമെന്നും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് സമാധാനമാണ് വേണ്ടത്. അതിന് പറ്റിയ അന്തർദേശീയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ അന്തർദേശീയ ബന്ധങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വിടവ് അവസാനിപ്പിക്കണം. ഇപ്പോൾ G20 നല്ലൊരു ഉദാഹരണമാണ്. ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ട പല സ്ഥലങ്ങളിലും G20ക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ G20യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന നമുക്ക്, ഭാരതത്തിന്, മറ്റ് രാജ്യങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ തന്ത്രപരമായി മിക്ക രാജ്യങ്ങളും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനാണ് സാധ്യത. അത് പാകിസ്ഥാൻ ഉടനെ തന്നെ മനസ്സിലാവും. ശരിയാണ്. ഇസ്ലാമിക തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള നയം സ്വീകരിക്കുകയാണ് ലോകരാജ്യങ്ങൾ, അല്ലേ? ആ ഒരു പിന്തുണയാണ് ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നയതന്ത്ര നീക്കങ്ങൾ, അതാണ് ഏറ്റവും നല്ലത്. മറ്റ് രാജ്യങ്ങൾ, ചൈനയ്ക്ക് പോലും പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇറാന് പറ്റില്ല, തീർച്ചയായിട്ടും നോർത്ത് കൊറിയയ്ക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് പുറമേ നിന്നും പിന്തുണ കിട്ടില്ല. കാരണം ചൈനയ്ക്ക് ഇപ്പോൾ ട്രംപിനെ ഫേസ് ചെയ്യണം, അതിന് റഷ്യയുടെ പിന്തുണ വേണം. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യ ഒറ്റപ്പെടുത്താനായിട്ട് ചൈനയും ആഗ്രഹിക്കില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഈ ട്രംപുമായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക യുദ്ധം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ പുറകെ നടന്ന് ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ ഇത് ചെയ്യുമെന്ന്. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൻ്റെ പുറകിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാകിസ്ഥാനിലെ ആഭ്യന്തര കുഴപ്പങ്ങളാണ്. ഈ ആഭ്യന്തര കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പട്ടാളത്തിന് വിഷയം മാറ്റണം, ലോകശ്രദ്ധ മാറ്റണം, രാജ്യവിരുദ്ധത അവിടെ പ്രയോഗിക്കണം. അത് ഇന്ത്യ വിരുദ്ധത എടുത്തു കളഞ്ഞാൽ പാകിസ്ഥാന് ദേശീയതയില്ല.
അപ്പോൾ ഇന്ത്യ വിരുദ്ധത പറയണം. പാകിസ്ഥാനിലെ ആർമി ജനറൽ കഴിഞ്ഞ ഞായറാഴ്ച മുനീർ പറഞ്ഞ കാര്യത്തിൽ വീണ്ടും കാശ്മീർ കൊണ്ടുവന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കണം. അവിടുത്തെ വിദ്യാഭ്യാസം നേടുന്ന ഒരു പുതിയ യുവതലമുറയുണ്ടല്ലോ, അവരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ എവിടെ നിൽക്കുന്നു, അതേ വർഷം അടുത്ത ദിവസം നേരത്തെ ഒരു ദിവസം മുമ്പേ സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ പൊതുസമൂഹം ഈ പട്ടാള നടപടിയെ എതിർക്കുന്നുണ്ട്. ശക്തമല്ലാത്തൊരു പൊതുസമൂഹമാണെന്നറിയാം തീർച്ചയായിട്ടും. പക്ഷേ ഇമ്രാൻഖാനെ പോലുള്ള നേതാക്കന്മാരെ ജയിലിലിട്ട് അവിടെ ജനാധിപത്യ കശാപ്പ് ചെയ്ത് പട്ടാള മേധാവികളും മതമൗലികവാദികളും ചേർന്ന് നടക്കുന്ന ഒരു വല്ല ഗൂഢാലോചനയുടെ ഒരു ഭരണം അവിടുത്തെ ജനാധിപത്യത്തെ ഇല്ലാതാക്കി. അപ്പോൾ പാകിസ്ഥാന് ഒരു പൊതുവായൊരു മുഖമില്ല. പാകിസ്ഥാനിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം സിവിലിയൻ ലീഡറില്ല. ആ സിവിലിയൻ ലീഡറില്ല എന്ന് മാത്രമല്ല, മിലിറ്ററിക്ക് അവരുടേതായ കോർപ്പറേറ്റ് താല്പര്യങ്ങളുണ്ട്, മൗലികവാദികൾക്ക് മറ്റൊരു താല്പര്യമുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് പാകിസ്ഥാന് അകത്ത് ആഭ്യന്തര യുദ്ധം നടക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പാകിസ്ഥാനെ വല്ലാതെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെ അകത്ത് തന്നെ ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ആഭ്യന്തര കുഴപ്പങ്ങൾ കൊണ്ട് കെടുതിയിൽ നിൽക്കുന്ന പാകിസ്ഥാന് ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നൊരു സാഹചര്യമില്ല. പക്ഷേ ഗത്യന്തരമില്ലാതെ അവർക്ക് ഒരു സൂയിസൈഡൽ സ്ട്രാറ്റജി അല്ലേ ചില നീക്കങ്ങൾ നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള മിസൈൽ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു, ഇന്നും നാളെയുമായി മിസൈൽ പരീക്ഷണം നടത്താൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ അതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ INS സൂറത്തിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ട് ഇന്ത്യ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ